നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഐമാൾ ദ ടൂൾ ഷോപ്പി എന്ന ടൂൾസുകളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ടൂൾസ് എന്തിനാ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ടൂൾസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയെ എളുപ്പമാക്കുക, അതുപോലെ തന്നെ വളരെ ഹാർഡായിട്ടുള്ള ജോലികൾ പെട്ടെന്ന് ചെയ്തു തീർക്കുക. ഇങ്ങനെ രണ്ട് ആവശ്യമാണ് ടൂൾസിനുള്ളത്. ശരിക്കും 2 ദിവസം ചെയ്യേണ്ട ഒരു ജോലി ഒരു നല്ല ഉപകരണം ഉപയോഗിച്ചിട്ട് അത് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ദിവസം സേവ് ചെയ്യാണ്. അതായത് നമ്മുടെ ആയുസ്സിനെ നീട്ടാനായിട്ട് ടൂൾസ് ഉപകരിക്കും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ല ടൂൾസ് സെലക്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിക്കുക, അതിന് നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ. ഇന്നത്തെ ഈ ചാനലിൽ നമ്മൾ പരിചയപ്പെടുന്നത് പെട്രോൾ ചെയിൻസോയെ പറ്റിയിട്ടാണ്. തടി മുറിക്കാൻ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഒരുപാട് ആവശ്യമുള്ള വിറക് മുറിക്കാനും അതുപോലെ തന്നെ ഒരു മരം ഒടിഞ്ഞു വീണാൽ അത് മുറിച്ച് മാറ്റാനായിട്ട് നമുക്ക് പ്രൊഫഷണൽ ആളുകൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു മരം നമുക്ക് തന്നെ എങ്ങനെ മുറിച്ച് മാറ്റാം എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. നമുക്കിന്ന് പോളിമാക് ബ്രാൻഡ് പെട്രോൾ ചെയിൻസിനെ പരിചയപ്പെടാം. നമുക്ക് ആദ്യം തന്നെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് കമ്പനീൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ കമ്പനി കൊടുക്കുന്ന ഒന്ന് ഇതിൻ്റെ ഗൈഡ് ബാറാണ്, നമുക്ക് ചെയിൻ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഗൈഡ് ബാറാണ് ഒരെണ്ണം. ഇത് 18 ഇഞ്ച് ലെങ്തിലും 22 ഇഞ്ച് ലെങ്തിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ തുമ്പത്ത് സ്പ്രോക്കറ്റ് ഉണ്ട്, നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം സ്പ്രോക്കറ്റ് കറങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. സ്പ്രോക്കറ്റ് കറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ചെയിന് കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്പ്രോക്കറ്റ് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം, ഇതിങ്ങനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ആവുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടൂൾ കിറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് സ്വന്തമായിട്ട് അയക്കുന്നതിനും അത്യാവശ്യം കംപ്ലൈൻറ്റുകളൊക്കെ തീർക്കുന്നതിനും ഉള്ള ടൂൾസാണ് കമ്പനിയുടെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉപയോഗം നമുക്ക് പ്ലഗ് അടിക്കാനും അതിൻ്റെ ചെയിൻ ടൈറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അലഞ്ചീസാണ്. ഇതിന് വർക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ടൂളാണിത്. നമുക്ക് തടിയിലേക്ക് ചെയിൻസ് പൊള്ളിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. അത് പിടിപ്പിക്കാനുള്ള സ്ക്രൂ ആണ് ഇത് രണ്ട്. ഇത് നമുക്ക് കാർബോട്ട് ട്യൂൺ ചെയ്യുന്ന ഉപകരണം സ്ക്രൂ ഡ്രൈവറാണ്. ഇത് നമുക്ക് ചെയിൻ ടാഗിങ് മൂർച്ച വെപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരവാണ്. കമ്പനീൻ്റെ കൂടെ ഒരു ക്യാൻ തരുന്നുണ്ട്. ഇത് നമുക്ക് പെട്രോളും ഓയിലും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെട്രോൾ ചെയിൻസ് വരുന്നത് 2 സ്ട്രോക്ക് ആണ്. 2 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോളിൻ്റെ കൂടെ 2T ഓയിൽ മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്യേണ്ട പ്രൊപ്പോർഷൻ ഇതിൻ്റെ ജാറിൽ തന്നെ കമ്പനി പറയുന്നുണ്ട്. 1 ലിറ്റർ പെട്രോളിന് 40 ml 2T ഓയിലാണ്, മാറിപ്പോരുത് 2T ഓയിലാണ് മിക്സ് ചെയ്യേണ്ടത്. പെട്രോൾ പമ്പിലെല്ലാം കിട്ടും, അല്ലെങ്കിൽ ബ്രാൻഡഡ് കമ്പനികളുടെ ക്യാനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് ഇതിനുള്ളിൽ ഓയിലും ഇവിടെ പെട്രോളും ഒഴിച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത ശേഷം മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാവുള്ളൂ. ഓയിൽ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ എൻജിൻ കംപ്ലൈൻറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ലൂബ്രിക്കേഷൻ്റെ ആവശ്യം വേണ്ടി 2T ഓയിൽ മിക്സ് ചെയ്യണം. ഇതാണ് ചെയിൻസോ, നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പെട്രോൾ ചെയിൻസ് ഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ബ്രേക്കാണ്. നമുക്ക് ഏതെങ്കിലും കാരണവശാലും പെട്ടെന്ന് മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുന്നതിനല്ല, ചെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി സംവിധാനമാണ്. ഇതാണ് ബ്രേക്കിംഗ് സിസ്റ്റം. ചെയിൻ പെട്ടെന്ന് ബ്ലോക്കായിട്ട് നിൽക്കും. ചെയിൻ ബ്ലോക്കായി കഴിയുമ്പോൾ എഞ്ചിനും തന്നെ സ്റ്റോപ്പായി പോകും. പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡൻ്റലായിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്യേണ്ടതെന്നെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബ്രേക്കിംഗ് സിസ്റ്റം. പിന്നുള്ളത് ഇത് വലിച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള കിക്കറാണ്. ഇവിടെയാണ് പെട്രോൾ ഒഴിക്കേണ്ടത് ഓയിൽ ഒഴിക്കേണ്ടതുമായിട്ടുള്ള നോബുകൾ. ഇത് അങ്ങോട്ട് മാറിപ്പോകരുത്. കാരണം പെട്രോൾ ഒഴിക്കേണ്ട നോബിനകത്ത് നമുക്ക് പെട്രോളിൻ്റെ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, പ്ലസ് ഓയിലും കാണിക്കുന്നുണ്ട്. 2T ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. ഇവിടെ ഒരു ക്യാൻ നമുക്ക് കാണാം. ഇതിനകത്ത് നമുക്ക് ഓയിലാണ് ഒഴിക്കേണ്ടത്. ഈ ഓയിൽ ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യാനുള്ള ഓയിലാണ് ഉപയോഗിക്കുന്നത്. സാധാരണ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പാം ഓയിലോ മറ്റ് ഓയിലുകളോ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. കരടില്ലാത്ത എന്ത് ഓയിലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എൻജിൻ ഓൺ ഓഫ് സ്വിച്ചാണ്. ഇവിടെ ഓണും ഓഫും ഇവിടെ കാണിക്കുന്നുണ്ട്. താഴേക്ക് സ്റ്റോപ്പും മേളിലേക്ക് ഓണുമാണ് ഈ മെഷീൻ കൊടുത്തിട്ടുള്ളത്. സാധാരണ എല്ലാ മെഷീനും ഇങ്ങനെ തന്നെയായിരിക്കും. ഓണും ഓഫും സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ചോക്കാണ്. ചോക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് മെഷീൻ തണുത്തിരിക്കുന്ന സമയത്ത്, അതായത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ തണുത്തിരിക്കുന്ന സമയത്താണ് ചോക്ക് വലിച്ചു വയ്ക്കേണ്ടത്. റേസായി നിൽക്കുന്ന എൻജിൻ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത ശേഷം വീണ്ടും ചോക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചോക്ക് ഉപയോഗിക്കേണ്ടത് തന്നെ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. രാവിലെ ഓൺ ആക്കുമ്പോൾ നമ്മൾ ചോക്ക് വലിച്ചു വെച്ച ശേഷം ഈ ആക്സിലേറ്റർ ലോക്ക് ചെയ്യാം. ആക്സിലേറ്റർ ഇതാണ്, ആക്സിലേറ്റർ സ്വിച്ച് ഇതാണ്. ആക്സിലേറ്റർ സ്വിച്ച് ലോക്ക് ചെയ്യുന്നതിനായിട്ട് ഈ കീ പ്രസ് ചെയ്താൽ മാത്രമേ താഴത്തെ കീ വർക്ക് ചെയ്യുള്ളൂ, അല്ലാതെ താഴത്തെ കീ വർക്ക് ചെയ്യില്ല. അത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് സേഫ്റ്റിക്ക് വേണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണത്. ഇത് പ്രസ് ചെയ്ത ശേഷം ഈ ആക്സിലേറ്റർ പ്രസ് ചെയ്ത് ഈ ലോക്ക് കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലോക്കായിട്ടിരിക്കും.
അതിനുശേഷം കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിന് 2-3 പ്രാവശ്യം വലിക്കുമ്പോൾ തന്നെ പതുക്കെ സ്റ്റാർട്ടാകുന്ന പോലെ ഫീൽ ചെയ്യും. ആ സ്റ്റാർട്ടാകാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ചോക്ക് ഓഫ് ചെയ്യണം. ചോക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ ഓവർഫ്ലോ ആയി പോകും. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒന്നെങ്കിൽ കുറച്ച് സമയം മെഷീൻ റെസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഇതിനകത്ത് നമുക്കിവിടെ തുറന്നിട്ട് ഇതിൻ്റെ ഫിൽറ്റർ ഇരിക്കുന്ന സ്ഥലമാണ്, എയർ ഫിൽറ്റർ ഇരിക്കുന്ന സ്ഥലമാണിത്. ഇത് നമുക്ക് തുറന്ന ശേഷം ഇതാണ് അതിൻ്റെ ഫിൽറ്റർ. ഈ എയർ ഫിൽറ്റർ നമുക്കിങ്ങനെ തുറക്കാം. എയർ ഫിൽറ്റർ തുറന്ന ശേഷം ഇതിൻ്റെ ഉള്ളിൽ പ്ലഗ് ഉണ്ട്. ഈ പ്ലഗ് നമ്മൾ അൺപ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്ലഗ് അൺപ്ലഗ് ചെയ്യാനുള്ള ടൂൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഈ പ്ലഗ് അൺപ്ലഗ് ചെയ്ത ശേഷം വെറുതെ 2 പ്രാവശ്യം വലിക്കുകയോ ചെയിൻസോ കമത്തി പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഓവർഫ്ലോ വന്ന പെട്രോൾ പോകുന്നതാണ്. ഓവർഫ്ലോ ആയി എന്ന് തോന്നിയാൽ മാത്രം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയിൻസോ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യിപ്പിക്കാം. ചെയിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെയിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രമാണ് മൂർച്ചയുള്ളത്. ആ മൂർച്ചയുള്ള സൈഡിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തൊരു ആരോ മാർക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ചെറുതാണ്, നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചെയിനകത്തൊരു ആരോ മാർക്കുണ്ട്. ഈ ആരോ മാർക്ക് ഡയറക്ഷൻ നോക്കണം. അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിന് മൂർച്ചയുള്ള സൈഡ് നോക്കിയാൽ മതി. ഇതാണ് ഇതിൻ്റെ മൂർച്ചയുള്ള സൈഡ്, ചെയിൻ്റെ മൂർച്ചയുള്ള സൈഡാണ് കാണുന്നത്. ഇവിടെ തൊട്ട് നോക്കി നമുക്കറിയാം മൂർച്ചയുള്ള സൈഡ്. ഇതാണ് മുമ്പോട്ട് കറങ്ങേണ്ടത്. ഇത് മുമ്പോട്ട് കറങ്ങുമ്പോഴാണ് തടി കട്ടായിട്ട് വരുന്നത്. നമ്മൾ തിരിച്ചിടരുത്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ തടി കട്ടാവില്ല. ഇതുപോലെ ചെയിൻ വെളുത്തിയെടുക്കുക. ചെയിൻ കെട്ടുകൂടി പോകാൻ സാധ്യതയുണ്ട്, അതുപോലെ വെളുത്തിയെടുക്കുക. ശേഷം നമുക്ക് ഈ പ്ലഗ് സ്പാനറിൻ്റെ ബാക്ക് സൈഡിൽ ഈ നട്ടഴിക്കാനുള്ള സ്പാനറുണ്ട്. അത് ഉപയോഗിച്ചിട്ട് റിലീസ് ചെയ്യാം. ഇത് ബ്രേക്ക് ഇല്ല എന്ന് ഉറപ്പാക്കണം. ബ്രേക്കായിട്ട് എടുക്കണമെങ്കിൽ ഊരിയെടുക്കാൻ പാടായിരിക്കും. ഇതുപോലെ ഫ്രീ ആണെന്ന് നോക്കണം. ശേഷം വെറുതെ കുക്ക് എടുത്തു കഴിഞ്ഞാൽ ദൂരി പോരും. ഇതിനകത്തുള്ളത് ഒരു ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബ്, ഒരു ബോൾട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് നമുക്ക് ചെയിൻ ഇട്ടിട്ട് ടൈറ്റ് ആക്കാനുള്ളതാണ്. ഈ നോബ് ഈ ഗൈഡ് ബാറിൻ്റെ ഈ കാണുന്ന ഹോളിനുള്ളിലാണ് വീഴുന്നത്. അപ്പോഴാണ് ഗൈഡ് ബാർ മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്യുള്ളൂ. അങ്ങനെ മൂവ് ചെയ്താൽ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ക്ലച്ച് എന്ന് പറയുന്ന ഭാഗമാണ്, ക്ലച്ചാണ്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗമാണ് കറങ്ങുന്നത്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ക്ലച്ച് വിടർന്ന് വന്നിട്ട് ഈ ട്രമ്മയിലേക്ക് പിടിക്കുകയും ഈ ട്രമ്മ് കറങ്ങുകയും ട്രമ്മിൻ്റെ താഴെയുള്ള ഈ സ്പ്രോക്കറ്റ് വർക്ക് ചെയ്തിട്ട് സ്പ്രോക്കറ്റൊക്കെ ചെയിനിലേക്ക് റൊട്ടേഷൻ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു സ്പേസർ ബാർ ഉണ്ടാവും. ഇത് പുതിയ മെഷീൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ഗൈഡ് ബാർ ചെയിൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഗൈഡ് ബാർ എടുത്ത് അതൊക്കെ ഈ ഹോളിനുള്ളിൽ കടത്തിയിട്ട ശേഷം ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ റൊട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാതെ ചെയ്യുക. ബാർ നമുക്ക് 2 രീതി ഇട്ടാലും കുഴപ്പമില്ല, തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ചെറിയ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഓയിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഒഴിക്കുന്ന ചെയിനിലേക്കുള്ള ഓയിൽ വരുന്നത് ഈ കാണുന്ന ഹോളിനുള്ളിലാണ് ഓയിൽ വരുന്നത്. ആ ഓയിലും ഈ ഹോളും കൂടി നേരായിട്ട് വരുമ്പോൾ ഇതിനുള്ളിൽ ഓയിൽ കടന്ന് ഈ ബാറിൻ്റെ ഉള്ളിൽ കടന്നു വന്നിട്ടാണ് ചെയിൻ ലൂബ്രിക്കേഷൻ കിട്ടുന്നത്. ഇപ്പോൾ തിരിച്ചിട്ടാലും 2 സൈഡിലും ഹോളുള്ളതുകൊണ്ട് ഏത് റൊട്ടേഷൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കാണാൻ ഈ പേര് നേരെ വായിക്കാൻ പാകത്തിടുന്നതായിരിക്കും. സെറ്റ് ചെയ്യുന്നതിപ്പോൾ കാണാനായിട്ട് ഭംഗി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ചെയിൻ കറങ്ങുന്ന റൊട്ടേഷൻ ഇവിടെ കമ്പനി ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയിൻ ഇടുമ്പോൾ അതുപോലെ തന്നെ വേണം ഇടാനായിട്ട്. ഈ കാണുന്ന പോലെ തന്നെ മൂർച്ചയുള്ള സൈഡ് ഇവിടെ ആയതുകൊണ്ട് ആരോ മാർക്ക് ഇങ്ങോട്ടായതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് കറങ്ങുന്നത്. ആ റൊട്ടേഷനിൽ വേണം ഇടാനായിട്ട്. മുമ്പോട്ട് ഇങ്ങനെയാണ് കറങ്ങുന്നത്. ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്ലോക്ക് വൈസ് ആണ് ചെയിൻ കറങ്ങുന്നത്. ആദ്യം ഈ ക്ലച്ചിൻ്റെ ബാക്കിലൂടെ കടത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ വരുന്ന നോസിൽ ഈ സ്പ്രോക്കറ്റിൻ്റെ ഉള്ളിൽ കടത്തിയിടുക. ഈ ബാറിൻ്റെ ചാനലിനുള്ളിലേക്ക് പതുക്കെ കടത്തി വയ്ക്കുക. പതുക്കെ ലേശം ഒന്ന് വലിക്കുമ്പോൾ പതുക്കെ ടൈറ്റായിട്ട് വരും. ഇത് ചെയിൻ ഇതിൻ്റെ ഗൈഡിനുള്ളിൽ ഈ കാണുന്ന ചാനലിനുള്ളിലേക്ക് കടത്തി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കടത്തി വെച്ചു, ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കവർ വെച്ചിട്ട് നമുക്ക് അടയ്ക്കാം. ഈ കവർ വെച്ച് അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെറിയ വരുന്ന ആണി, ഈ ചെറിയ നോബ് ഇതിൻ്റെ ഈ ഹോളിനുള്ളിൽ തന്നെ കടന്നു വരണം. എന്നാലേ നമുക്ക് ടൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഹോളിനുള്ളിൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഈ നോബിൽ കറക്കുകയോ ലൂസാക്കുകയോ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എൻ്റെ ഹോളിനുള്ളിലേക്ക് വന്ന് വീഴും. നമുക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഹോള് കാണാൻ സാധിക്കും. നമുക്ക് ഈ നോബ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചേർന്നിരിക്കും. ഈ നോബ് വീഴുന്ന ഹോളിനുള്ളിൽ എന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങിയാണിരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഇത് ഫേമായിട്ട് ടൈറ്റ് ആവില്ല. ഇനി നമുക്ക് ഈ നട്ട് ഇതിനകത്തിടാം. നട്ട് മുഴുവനായിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയിൻ മുറുക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് ആദ്യം ഈ നട്ടിട്ട് പതുക്കെ മുറുക്കി കൊടുക്കുക. ചെയ്യരുത്. ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയിൻ ടൈറ്റായെന്ന് നോക്കേണ്ടതുണ്ട്. നമുക്ക് ഈ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ചെയിൻ ടൈറ്റ് ആണോ എന്ന് നോക്കുന്നെങ്കിൽ ജസ്റ്റ് വലിച്ചു നോക്കുക. വലിച്ചു നോക്കുമ്പോൾ ഈ ഗൈഡിൽ നിന്ന് പുറത്ത് പോകരുത്, തിരിച്ചുള്ളിൽ കയറണം. മറ്റൊന്ന് ഇങ്ങനെ പതുക്കെ നമുക്ക് കറക്കി നോക്കാം, ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ നോക്കുക. അതുപോലെ ഇത് ഇത്ര ലൂസാണോ എന്ന് ചെക്ക് ചെയ്യാം. ശേഷം ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെയിൻസോ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇനിയുള്ളത് ഇതിനുള്ള പെട്രോളും ഓയിലും ഒഴിച്ച ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.